Hi all, magic morning. Magic morning. Magic morning. Okay. എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? എന്താ എല്ലാരും ക്യാമറ വർക്ക് ചെയ്യണില്ലേ? ഇന്ത്യ മണിസാറിന്റെ ക്യാമറ മാത്രം, രഞ്ജിത് സാറിന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നുള്ളൂ. വന്നു അഖിലാമ്മേന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. Okay. ചിലർക്ക് സൂമിലെ ക്യാമറ വർക്ക് ചെയ്യാത്ത സൂം ഉണ്ടാവും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ? ഓക്കെ. Okay, respected. Okay. അപ്പം ഇപ്പം എല്ലാവർക്കും അറിയാം February 14th ആണ്. സോ വാലന്റൈൻസ് ഡേ ആണ് അല്ലേ? അപ്പം ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇതിന് നമുക്ക് ഇന്ന് ഓസ്റ്റിൻ സാറ സെഷൻ ആണ്. അപ്പം ടൈം ഒരുപാടില്ല, നമുക്ക് സെഷനിലേക്ക് തന്നെ പോകാം. സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സാറിന്റെ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സിംപ്ലിഫൈ യുവർ ലൈഫ് അല്ലെ? അപ്പം അതിനെക്കുറിച്ച് സാർ എന്താണ് നമുക്ക് ഷെയർ ചെയ്യുന്നത് നോക്കാം. പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓസ്റ്റിൻ സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും. സർ എല്ലാവർക്കും ഒരു വാലന്റൈൻസ് ഡേ ആയിട്ടുള്ള ഒരു ചിരിയൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെ. ഇതില് പ്രേമിക്കാത്തവർ എത്ര പേരുണ്ട് രാവിലെ തന്നെ? അതല്ല, പ്രേമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനൊക്കെ 4ാം ക്ലാസ് തുടങ്ങിയിരുന്നു. പ്രേമോ? വേറെ ആരെങ്കിലും പറയാൻ മടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ ഇതുവരെ പ്രേമിച്ചിട്ടില്ല എന്നുള്ളത്. ഒരാള് പോലും മെസ്സേജ് അയച്ചാലും മതി, യെസ് ഓർ നോ ഒക്കെ പറഞ്ഞാൽ മതി. ബാക്കി എല്ലാവരും പ്രേമിച്ചവരാണോ? കല്യാണം കഴിഞ്ഞിട്ടായാലും പ്രേമിക്കാത്ത ആൾക്കാര് കാണൂല. കല്യാണം കഴിഞ്ഞിട്ടായാലും പ്രേമിക്കൂലേ? അങ്ങനെ പ്രേമം ഇല്ലാത്ത ദൈവത്തിനറിയാം. അതെ, പ്രേമിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ദീപ യേശുദാസ് ഉമ്മയാണ്. പ്രേമിച്ചിട്ടില്ലാതാണോ പ്രേമിച്ചു എന്നാണോ? എവിടെ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ, ആരെങ്കിലും ഒക്കെ പറ യെസ് ഓർ നോ. ഇന്ന് വളരെ രസകരമായ ദിവസമല്ലേ, വാലന്റൈൻസ് ഡേ. പ്രേമിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തോ എല്ലാവരും പ്രേമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടൊരു എക്സൈറ്റഡ് ആയിട്ട്, എനിക്ക് തോന്നുന്നു കുറെ നല്ല മൊമെന്റ് എല്ലാവരും ലൈഫിൽ ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടുള്ള മൊമെന്റ് ആണെന്ന് ഞാൻ പറയൂല. പക്ഷെ പ്രേമിക്കുന്ന സമയം ഭയങ്കര രസമല്ലേ? ഒരു തരിപ്പ് പോലെ ആയിരിക്കും, രണ്ടടിച്ച ഫീൽ ആയിരിക്കും മിക്കവാറും. നന്നായിട്ട് ആ ഒരു സമയം, എന്താ പറയാ, ആ ഒരു യെസ് പറയുന്ന സമയവും അല്ലെങ്കിൽ ആ കുറച്ച് എന്താ പറയാ, അത് വളയണ വരെയുള്ള സമയം ഭയങ്കര രസമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ രസം ഉണ്ടാവില്ല, പിന്നെ ശല്യോ. അല്ലേ റസാഖ് സാറെ? ആ പ്രേമിച്ച് ആ പെങ്കൊച്ചിനെ കൊണ്ട് യെസ് എന്ന് പറയിപ്പിക്കുന്നവര് ഭയങ്കര രസമായിരിക്കും. ആ യെസ് എന്ന് പറയുമ്പോഴൊക്കെ ഭയങ്കര തരിപ്പായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ ബാധ്യതയായി, പിന്നെ ചെലവായി. പിന്നെ ഈ പറഞ്ഞാൽ ഈ ദിവസങ്ങളൊക്കെ ഓർത്തിരിക്കണം അല്ലെ? വാലന്റൈൻസ് ഡേ ഒക്കെ ഓർത്ത് എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ ഇടിയായി. എത്ര ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഈ കച്ചവടമൊക്കെ നടത്തും, ഈ മറ്റേ റോസാപ്പൂ ഒക്കെ വിൽക്കാൻ വേണ്ടിട്ട് മാത്രം വെക്കുകയും ലെറ്റർ കൊടുക്കുകയും ചെയ്തു. പക്ഷെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. അന്നൊക്കെ പേടിയായിരുന്നു സത്യം പറഞ്ഞ. നമ്മുടെ ചെറുപ്പകാലം എന്ന് പറഞ്ഞ സമയത്തൊക്കെ ഇഷ്ടമുണ്ട്, പ്രേമൊക്കെ ഉണ്ട്, പക്ഷെ പറയാൻ പേടിയായിരുന്നു. മുഖത്ത് നോക്കി പറയേണ്ട കാര്യമില്ലോടു. ഇനി ഇതൊരു നല്ലൊരു സംഭവമാണ് സത്യം പറഞ്ഞ. ആ ഒരു എന്താ പറയാ, അത് എൻജോയ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അത് എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇന്ന് കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം നിങ്ങൾക്കൊന്നും ഒരു വികാരം ഇല്ലാതിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ പ്രേമൊക്കെ പറയുമ്പോൾ ആൾക്കാരൊന്ന് ആക്റ്റീവ് ആയിട്ട് വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും നാണോ സാധാര്യം? ഇത്രയും പ്രായത്തിലും നാണം ഇല്ല. ഇതിനകത്ത് ആരും കൊച്ചു പിള്ളേരാരും ഇല്ല എങ്കിൽ പോലും. ഇനി അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അല്ലെ? ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ യുവർ ലൈഫ് എന്നാണ്. എന്തായിരിക്കും ആ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിച്ചത്? ഇനി ഐഡിയ ആർക്കെങ്കിലും?
എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മണിസാറൊക്കെ ഉണ്ടല്ലേ. നമ്മള് കോംപ്ലിക്കേറ്റ് പല കാര്യങ്ങളും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് നശിപ്പിക്കാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ. അതായിരിക്കാം. ഓക്കെ, താങ്ക് യു സുജിത്ത്, താങ്ക് യു സോ മച്ച്. ഈ ടോപ്പിക്കിന് ഇന്ന് ഭയങ്കരമായിട്ടൊരു പ്രസക്തി ഉള്ളൊരു ടോപ്പിക്കാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ സക്സസിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ കാര്യം വെച്ചാൽ പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് ജീവിതത്തിൽ കുറെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂരിഭാഗം പേർക്കും കുറെ സാധന എന്നുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കും. നമ്മുടെ ലൈഫിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറേ സാധനങ്ങൾ, കുറേ ടാസ്കുകൾ, കുറേ എന്താ പറയാ കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് നമ്മൾ വീർപ്പ് മുടുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാനുള്ളത്, പക്ഷെ അന്ന് അതിനകത്ത് ചെയ്യേണ്ടാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി എങ്ങനെ സിമ്പിൾ ആക്കാം. ആ സിമ്പിൾ ലൈഫിന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. കാര്യം ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും സക്സസിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ, അവന് നല്ല BMW കാർ ഉണ്ട്, അല്ലെങ്കിൽ അവന് മറ്റേ കാറുണ്ട്, എനിക്ക് ചെറിയൊരു കാറേ ഉള്ളൂ, അതല്ലെങ്കിൽ അവന്റെ വീട് ഭയങ്കര വലിയ വീടാണ്, എന്റെ കുഞ്ഞു വീടാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, ഓരോരുത്തരെയും അവരുടെ സ്റ്റാറ്റസ് വെച്ച് ചെയ്യുന്നത്, അവന്റെ ഫോൺ ഐഫോൺ ആണ്, എന്റെ ആൻഡ്രോയിഡിന്റെ കുഞ്ഞു ഫോണാണ്. അപ്പൊ നമുക്കൊക്കെ ഇങ്ങനെ എന്താ പറയാ ഈ വല്ലാത്തൊരു സങ്കടമാവുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് നമ്മുടെ കയ്യിലുള്ള ഗാഡ്ജറ്റുകളും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും വെച്ച് നമ്മളെ മെഷർ ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആണോ അല്ലയോ? അതായത് ഞാൻ റിച്ച് ആണ് എന്ന് ഞാൻ ലോകത്തോട് പറയേണ്ടിയിരിക്കുന്നു. അത് പറയണേന് എന്ത് ചെയ്യണം? എന്റെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ് അതുപോലെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ കയ്യിൽ ഐഫോൺ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് റിച്ച് ആണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക്. അതല്ലെങ്കിൽ അവന്റെ കാർ ഏതാണ്? BMW. അതുപോലെ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഷർട്ടിൽ നോക്കിയിട്ട് ബ്രാൻഡ് നോക്കിയിട്ട് അലൻസ് ഓൺലി ആണല്ലേ, ഓക്കെ, അപ്പൊ അവൻ കുഴപ്പമില്ല. ബ്രാൻഡ് കണ്ടില്ലെങ്കിൽ അവൻ ഏതോ ഒരു ലോക്കലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. അതോടൊപ്പം തന്നെ ഇതൊക്കെ കാണിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ലൈഫിനെ എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. അതിലേക്ക് പോണേ മുമ്പ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹത്തെ അറിയോ? ആരെങ്കിലും ഒന്ന് പറയാവോ? അസിം പ്രേം. വെരി ഗുഡ് സുജിത്, താങ്ക് യു സോ മച്ച്. ഇദ്ദേഹം അസീം പ്രേംജിയാണ്. അസീം പ്രേംജി. ഇദ്ദേഹത്തെ അറിയാലോ, വിപ്രോ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അതിന്റെ അതിസാധ്യയും ഫൗണ്ടറും കോടിക്കണക്കിന് രൂപയുള്ള മനുഷ്യനാണ്. പക്ഷെ ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം സമ്പാദിക്കുന്നതിന്റെ ഒരു നല്ലൊരു ശതമാനം, അതായത് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റിന്റെ 20 to 50% ചാരിറ്റിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. ചാരിറ്റിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അദ്ദേഹം ആ പൈസയില് ഒരുപാട് പേരെ ഇദ്ദേഹം സഹായിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ രസം എന്താ അറിയോ? ഈ അസീം പ്രേംജി എന്ന് പറയുന്നത് ഇത്രയും കോടീശ്വരനാണെങ്കിൽ പോലും അദ്ദേഹം ട്രാവൽ ചെയ്യുന്നത് മിക്കവാറും എക്കണോമിക് ടിക്കറ്റ്സ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഒരു ഫ്ലൈറ്റില് ബിസിനസ് ക്ലാസ്സും എക്കണോമിക് ക്ലാസ്സും ഉണ്ടാവും. ഞാൻ ഇന്നലെ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നേ ഉള്ളൂ. ഞാൻ സൺഡേ പോയിട്ട് വന്നുള്ളൂ. അപ്പൊ നമ്മൾ പോണ ഫ്ലൈറ്റിലും ബിസിനസ് ടിക്കറ്റും ഉണ്ട്, എക്കണോമിക് ടിക്കറ്റും ഉണ്ട്. നമ്മൾ ഇരിക്കുന്ന സീറ്റിനേക്കാളും മുൻപിലായിരിക്കും അവരിയ്ക്കുന്ന. അവരുടെ സീറ്റിനെ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. പിന്നെ അവർക്ക് എപ്പോ വേണമെങ്കിലും ഫുഡ് സെർവ് ചെയ്യും. അങ്ങനെ കുറച്ച് ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ട്. പക്ഷെ വി ആർ ഓൾ ഓൺ ദി സെയിം ഫ്ലൈറ്റ്. വി ആർ ഓൾ ട്രാവലിംഗ് ഫ്രം കൊച്ചി ടു ഡൽഹി ഓർ ഡൽഹി ടു കൊച്ചി. അതിൽ ഒരു വ്യത്യാസവും. പക്ഷെ കാശുള്ളവൻ എന്ത് ചെയ്യും? ബിസിനസ് ക്ലാസ്സിൽ പോകും. അപ്പൊ അവന് കുറച്ചും കൂടി വിരിഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റുന്നു. പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇദ്ദേഹം എക്കണോമിക് ടിക്കറ്റ്സിൽ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. ഹി ഓൾവേസ് സേവ് ദാറ്റ് മണി. അതുപോലെ ഞാൻ ഇന്നലെ അതിനെ ആലോചിക്കായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ബോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സൺഡേ അവിടെ എന്തോ ഒരു ഇവന്റ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ഡൽഹിയിൽ ഹോട്ടൽ പ്രൈസ് ഭയങ്കര ഹൈ ആണ്. അവിടെ ഒരു ഹോട്ടലിൽ സാറ് പിന്നെ അവസാനം റൂം മാറേണ്ടി വരും. കാര്യം ദേ ഓൾവേസ് പേ ഹൈ, അവർക്ക് അതിന്റെ ഒരു ഇത് വേണം. പക്ഷെ ഒരു ദിവസത്തെ വാടക 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഒരു ദിവസത്തെ വാടക ഒരു റൂമിന്. ദെൻ ഫൈനലി അവര് സെറ്റ് ചെയ്ത് അവര് നേരെ എന്താ പറയാ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. ഒരു ദിവസത്തെ വാടകയാണ്.
ആ ടൗണിൽ ഞങ്ങൾ താമസിച്ചത് 4000 റുപ്പീസിന് 2 പേര് താമസിച്ചു. സെയിം സിറ്റിയിൽ തന്നെ 3 lakhsനും 2 lakhsനൊക്കെയാണ് റൂംസ് അവൈലബിൾ ഉള്ളത്. പക്ഷെ ഇദ്ദേഹം എപ്പോഴും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലായിട്ട് താമസിക്കുള്ളൂ. അതുപോലെ തന്നെ റൂംസ് ഷെയർ ചെയ്യും. കാര്യം വലിയ വലിയ ആൾക്കാർ ഒരിക്കലും അവർ റൂം ഷെയർ ചെയ്യില്ല. ബട്ട് വലിയ കൊളീഗ്സോ സിഇഒ ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം റൂം ഷെയർ ചെയ്യും. അതുപോലെ തന്നെ പറ്റുവാണ സമയത്തൊക്കെ പ്രത്യേകിച്ച് ഹോട്ടലിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നവർ. എന്നുവെച്ചാൽ അത്രയും സിംപ്ലിഫൈ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്ത ആളെ നിങ്ങൾ വീണ്ടും അറിയും. ഇദ്ദേഹത്തെ നിങ്ങൾ നന്നായി അറിയും. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? സോറി, ഇദ്ദേഹം ആരാണ്? അബ്ദുൽ കലാം. അബ്ദുൽ കലാം. വെരി ഗുഡ്, വെരി ഗുഡ്. അബ്ദുൽ കലാം. ഇദ്ദേഹത്തിന്റെ മരിക്കുമ്പോഴും അറിയാലോ, ഇദ്ദേഹത്തെ കുറിച്ച് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആണവ നിലയത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്താൻ ഒത്തിരി കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത മനുഷ്യനാണ്. പക്ഷെ ഇദ്ദേഹം മരിക്കുമ്പോൾ കുറച്ച് പുസ്തകവും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരിക്കൽ കസ്തൂരി രംഗൻ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. അപ്പൊ രാഷ്ട്രപതി ഭവനിൽ ഇദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോ ഇദ്ദേഹം കണ്ടത് രാഷ്ട്രപതി ഭവനിൽ ഇദ്ദേഹത്തിന് സ്വന്തമായി കണ്ടത് കുറച്ച് പുസ്തകവും അതുപോലെ തന്നെ ഒരു വീണ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു ലുങ്കി. നമ്മളെ അറിയാലോ, സൗത്ത് ഇന്ത്യൻസിനൊക്കെ ലുങ്കി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അത് മാത്രമല്ല, കസ്തൂരി രംഗൻ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറയുന്നത് വെച്ചാല് അബ്ദുൽ കലാം തന്നെയാണ് ഡൈനിങ് റൂമിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നതും അവിടെ പോയി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തതും അബ്ദുൽ കലാം ആണെന്ന് അദ്ദേഹം കസ്തൂരി രംഗൻ പറയണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഗ്രേറ്റർ ആണെന്ന് വിശ്വസിക്കുന്ന പല ആളുകളും ജീവിതത്തിൽ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചവരാണ്. അതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എലൈൻ സെന്റ് ജെയിംസ് ST ജെയിംസ് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് സോ ഈസി ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ബൈ ഓൾ ദ സ്റ്റഫ് വി ഹാവ് ഇൻ അവർ ലൈഫ്സ്. ഓതർ ഓഫ് സിംപ്ലിഫൈ യുവർ ലൈഫ്, ഇന്നർ സിംപ്ലിസിറ്റി, ലീവ് സിമ്പിൾ ലൈഫ് എന്നീ ബുക്കുകൾ എഴുതിയ എലൈൻ പറയുന്നത് വെച്ചാല് നമ്മുടെ കൂടെയുള്ള സാധനങ്ങൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണെന്ന് പറയാം. ഈ എലൈന്റെ ഒരു സ്റ്റോറി എങ്ങനെയാണ്? എലൈൻ വലിയൊരു ബിസിനസ് ബ്രോക്കറായിരുന്നു. അതായത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തിക്ക് കുറെ മാഗസിൻ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാവും, ഒരുപാട് മീറ്റിംഗ് എല്ലാം. ഒരു ആകെ ഇങ്ങനെ വീർപ്പുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഭയങ്കര ബിസി ആയിട്ടുള്ള ബിസിനസ് വുമൻസിനൊക്കെ നോക്കി അറിയാൻ പറ്റും. ഫാമിലി മാനേജ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഒരു ദിവസം അലൈൻ എന്ത് തീരുമാനിച്ചെന്ന് വെച്ചാൽ ലൈഫിനെ സിമ്പിൾ ആക്കാൻ ഒരു ദിവസം ഒറ്റ തീരുമാനം എടുക്കുകയാണ്. പുള്ളിക്കാരത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ഔട്ട് ചെയ്ത് ഏതൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഏതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നോക്കിയപ്പോ ആദ്യം ചെയ്തൊരു കാര്യം വെച്ചാൽ കുറെ മാഗസിന്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നമുക്കറിയാം, ഇവര് ബിസിനസ്സിലായതുകൊണ്ട് പകുതിയിലധികം വായിക്കില്ല. ഇപ്പൊ നമ്മൾ തന്നെ പത്രങ്ങളിൽ വീട്ടിൽ വരുത്തുന്ന വനിത മറ്റേ കുറെ പരിപാടി ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ അതൊക്കെ മാറി. എങ്കിൽ പോലും സബ്സ്ക്രിപ്ഷൻസ് ഉള്ള പലതും നമ്മൾ വായിക്കാറില്ല. അപ്പൊ നമുക്ക് ഇന്ന് പറയാൻ വേണമെങ്കിൽ വാട്സപ്പിലെ ഗ്രൂപ്പുകൾ എന്ന് പറയാം. എന്തോരം ഗ്രൂപ്പുകൾ നമ്മൾ കയറാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഇത് മെസ്സേജ് വരുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പൊ ഇവർ ഇത് ആദ്യം കട്ട് ചെയ്തു, മാഗസിൻസ് എല്ലാം കട്ട് ചെയ്തു. ക്രെഡിറ്റ് കാർഡ് 5-6 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പൊ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ ബില്ല് വരും, പേയ്മെന്റ് കൃത്യസമയത്ത് അടയ്ക്കണം. അപ്പൊ ഇവര് ആ ക്രെഡിറ്റ് കാർഡിൽ 1 or 2 ആക്കി, ബാക്കി 6 ബാക്കിയുള്ളതെല്ലാം ഫുള്ള് കട്ട് ചെയ്തു. പിന്നെ ഇവരിങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കാൻ തുടങ്ങി, ഏതൊക്കെയാണ് കൂടുതൽ. ഇപ്പൊ ഡ്രസ്സൊക്കെ കൂടുതലുള്ളത് പുള്ളിക്കാരത്തി അത് ഒതുക്കി മാറ്റാൻ തുടങ്ങി. ലൈഫിനെ കുറേയും കൂടി സിമ്പിൾ ആക്കി. അപ്പോഴാണ് അവരും തിരിച്ചറിഞ്ഞത് ഭയങ്കര ഹാപ്പിനെസ്. ഇപ്പം ഷെൽഫൊക്കെ നോക്കിയിട്ട് ഇപ്പം ഇവിടെ ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇവിടെ എത്ര, പ്രത്യേകിച്ച് ലേഡീസിനോടാണ് എന്റെ ചോദ്യം, നിങ്ങളുടെ ഷെൽഫിൽ ഇനി ഒരു പുതിയ ഡ്രസ്സ് മേടിച്ചാൽ വെക്കാൻ സ്ഥലമുണ്ടോ ഇല്ലയോ? പെട്ടെന്ന് സത്യം പറയണം. ഇനി ഒരു പുതിയ ഡ്രസ്സ് കൂടി വന്ന സിന്ധു മാഡം സത്യം പറഞ്ഞു. വേറെ ആരൊക്കെ? ഒരു പുതിയ ഡ്രസ്സും കൂടി വന്ന എവിടെ വെക്കും നിങ്ങൾ? സ്ഥലം ഉണ്ടോ ഇല്ലയോ? വേറെ ആരും പറഞ്ഞില്ല. നോ. ഷീല മാം സത്യം പറഞ്ഞു. ഇനി ബാക്കിയുള്ള ലേഡീസിനോട് പ്രത്യേകിച്ച്. ഷീജ, സുലഭി, കൃഷ്ണ, നോ. അടാ 90% അല്ല 100% ആൾക്കാരുടെ സർ ജെൻസിനോട് ചോദിച്ചാലും തന്നെയായിരിക്കും അവസ്ഥ. വൈഫ്മാരുടെ ലേഡീസിനോട് പ്രത്യേകം നോന്ന് ആൻസർ കിട്ടാൻ വേണ്ടി പറഞ്ഞത്. സ്ഥലം ഉണ്ടാവില്ല. ഇതിനകത്ത് രസം വെച്ചാല് വർഷങ്ങളായിട്ട് സൂക്ഷിക്കുന്ന ഡ്രസ്സ് ഉണ്ടാവും. ചിലപ്പോ 10-15 കൊല്ലം കഴിഞ്ഞ ഡ്രസ്സുകൾ വരെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യെസ്, ഓക്കെ. എന്തിനാ ഇത് വെച്ചിരുന്നത്? എപ്പോഴെങ്കിലും എടുക്കാൻ. ഇതാണ് ലൈഫിനെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ഞാൻ പലപ്പോഴും എന്റെ ക്ലാസ് ആയിട്ടൊക്കെ നന്നായി ഒരുപാട് പേരുണ്ട്. ഈ ടോപ്പിക്ക് ഞാൻ വേറെയും പ്ലാറ്റ്ഫോംസിലൊക്കെ എടുത്തിട്ടുണ്ട്.
അവരൊക്കെ അന്ന് തന്നെ എടുത്ത് കളഞ്ഞു. ഈവൻ ഒരു അച്ഛനുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് UK ഒരു അച്ഛൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. പുള്ളി പിറ്റേ ദിവസം എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. പുള്ളിയുടെ കയ്യിൽ ഒരു iPad വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യില്ല, ആപ്പിളിന്റെ ആണ്. പുള്ളി കൊണ്ട് ആ സാധനം കച്ചറ ഡബ്ബയിൽ ഇട്ടു. നമ്മൾ എന്തിനാ ഇതൊക്കെ എടുത്തു വെച്ചിരിക്കണേ? നമ്മൾ വിചാരിച്ചിരിക്കുന്ന വെച്ചിട്ട് എന്തെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ട് വെച്ചിരിക്കണം. അത് നമ്മുടെ ലൈഫിന് എന്തോരം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങള് ചെയ്യേണ്ട, ഞാൻ ഇതിനെ ഒരു കൃത്യമായിട്ടുള്ള തമ്പ് റൂളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, പഠിപ്പിച്ചു തരാം. നമ്മൾ ചെയ്യേണ്ട കേസ് വെച്ചാൽ നിങ്ങൾ ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ആ ഷെൽഫ് ഒക്കെ എടുത്ത് താഴേക്ക് ഇടുക. ഒരു സാധനം നിങ്ങൾ 6 മാസത്തേക്കുള്ളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു തമ്പ് റൂളാണ്. അത് 6 മാസത്തേക്കുള്ളിൽ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ അതെടുത്ത് കളഞ്ഞു എന്ന് പറയുന്നത്. എത്രയോ പേർക്ക് നിങ്ങൾക്ക് ദാനം ചെയ്യാം, കത്തിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇത് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് എന്താ പറയാ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സ്ഥാനങ്ങൾ മാത്രമല്ല, ടാസ്കുകൾ, ഇഷ്യൂസ്. ഇപ്പൊ നമ്മൾ നോക്കി ചില ആൾക്കാരുടെയൊക്കെ ഷെൽഫിലൊക്കെ ബുക്കുകൾ ഇപ്പോ മക്കളുടെ മക്കളെ കെട്ടിക്കാറായിട്ടുണ്ടാവും. പക്ഷെ അവരുടെ കയ്യില് അവര് കോളേജിൽ പഠിച്ചപ്പോഴുള്ള ബുക്കുകൾ ഇരിക്കുന്നുണ്ടാവും. ഇത് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നു ആണോ അല്ലയോ? ഇവിടെ ഇരിക്കുന്ന എത്ര പേരുടെ ഇവിടെ എല്ലാവരും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരത് എനിക്കറിയാം. എല്ലാവർക്കും ജോലിയും അവരുടെ കാര്യമുണ്ട്. സ്കൂളിൽ പഠിച്ചല്ലെങ്കിൽ കോളേജിലെ ബുക്സ് കൈയുള്ളവരൊന്ന് യെസ് പറഞ്ഞേ. കോളേജിൽ പഠിച്ചുള്ള സ്കൂളിലെ ബുക്സ്. ദീപ പറട്ടെ, സുലേബി പറട്ടെ, ദിവ്യ എന്തിന്? മണി സാറ് അടുത്ത മാസം നമ്മൾ വിറ്റിരിക്കും. ഏതാ എന്താ സുൽസാറൊക്കെ അടുത്ത മാസം നമ്മൾ വിറ്റിരിക്കും. നിങ്ങൾ നോക്കി അതെ പാസ്സായതിന്റെ അടുത്ത മാസം നിങ്ങൾ പാസ്സായ അടുത്ത മാസം വിറ്റിരിക്കുന്നു. ബാക്കി എല്ലാവരും നോക്കിക്കോ, എത്ര പുസ്തകങ്ങൾ, എത്ര മാഗസിൻസ് ആണെന്നറിയാം നമ്മുടെ കള്ളികളും മുഴുവൻ ഇരിക്കുന്നത്. വെറുതെ ഒന്ന് ആ ക്യാമറ ഇങ്ങനെ കാണിച്ചു നോക്കി അറിയാൻ പറ്റും നമ്മൾ എത്ര സാധനങ്ങളാണ് ആവശ്യമില്ലാതെ നമ്മൾ കീപ്പ് ചെയ്യണത്. എന്തെങ്കിലും വേണ്ടി വരുന്ന വിചാരിച്ച് നമ്മൾ ഇതൊക്കെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ലൈഫിനെ സിംപ്ലിഫൈ ചെയ്താലുള്ള കുറച്ച് ബെനിഫിറ്റ്സിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ റൂമില് നിറയെ സാധനങ്ങൾ, ഇരിക്കാൻ പോലും സ്ഥലമില്ല. അവിടെ വെക്കും അത് കുറെ സാധനങ്ങൾ, ഇപ്പുറത്ത് കുറെ സാധനങ്ങൾ, അങ്ങനെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡും അതുപോലെ ക്ലട്ടർ ആവുന്നുള്ളതാണ്. നിങ്ങളൊന്ന് പരിശോധിക്കൂ. നിങ്ങൾ ഇന്ന് എല്ലാവരും നിങ്ങൾ താമസിക്കുന്ന കിടക്കുന്ന റൂം അല്ലെങ്കിൽ നിങ്ങളുടെ ഹാള് ഒക്കെ ഒന്ന് അടക്കി പറിക്കുക, അതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുറെ പുറത്തേക്ക് കളഞ്ഞ് നിങ്ങൾ വെച്ച് നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. കാര്യം നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സ്പേസിൽ നിറച്ച് സാധനങ്ങളാണ്, ഇപ്പം ബുക്കുകളാണ്, അല്ലെങ്കിൽ ഡ്രസ്സ്, കുട്ടികളുടെ കളിപ്പാട്ടം, അല്ലെങ്കിൽ അത് ഇതൊക്കെയായിട്ട് നിങ്ങളുടെ റൂമിൽ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാരിറ്റി ഓഫ് മൈൻഡ് 0 ആയിരിക്കും. അത് ഒഴിവാക്കിയ ലൈഫിനെ സിമ്പിൾ ആക്കി കുറെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞാൽ നിങ്ങളുടെ ക്ലാരിറ്റി വേണം. ഈ വാരൻ ബഫറ്റിന്റെ ഫോട്ടോ എന്തിനാ ഞാൻ വെച്ചെന്ന് വെച്ചാല്, ഇദ്ദേഹം 1958 നിങ്ങൾക്കറിയാലോ വാരൻ ബഫറ്റ് ലോകത്തെ ഏറ്റവും വലിയൊരു കോടീശ്വരനാണ്. അദ്ദേഹം കുറെ പൈസക്ക് ദാനം ചെയ്തുകൊണ്ടല്ലെങ്കിൽ പിന്നെയും കോടീശ്വരനായാണ്. 1958 അദ്ദേഹം ഒരു വീട് വാങ്ങുന്നത്. ഇപ്പോഴും ആ വീട്ടിലാണ് താമസിക്കുന്നത്. എത്ര വർഷമായി? മോർ ദാൻ 70 years ആയിട്ട് അദ്ദേഹം താമസിക്കുന്നത് സെയിം വീട്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ അത്രയും കോടീശ്വരന്മാരായിരുന്നെങ്കിൽ നമ്മുടെ വീട് എത്ര മാറിയേനെ, എത്ര പ്രാവശ്യം പുതുക്കി പണിതേനെ. അതുപോലെ തന്നെ സെയിം ഓഫീസിലാണ് 50 വർഷത്തിൽ കൂടുതലായിട്ട് പുള്ളി വർക്ക് ചെയ്യണം. 50 വർഷത്തിൽ കൂടുതലായിട്ട് സെയിം ഓഫീസിൽ വർക്ക് ചെയ്യാൻ. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരാൾ കാശ് അയക്കാൻ കഴിഞ്ഞാൽ പുരോഗമിക്കണ്ടേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഹി ഓൾവേസ് ബിലീവ് ഇൻ സിമ്പിൾ ലൈഫ്. അദ്ദേഹത്തിന്റെ പൈസയൊക്കെ ഇതുപോലെ പൈസ സമ്പാദിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി വാങ്ങിക്കൂട്ടുന്നതിന് പകരം അദ്ദേഹം കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ കാറും ഒരു കാറേ ഉള്ളൂ, പഴയ കാറാണ്. ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഫിലിം ആക്ടേഴ്സിനൊക്കെ അറിയില്ല, അവരാണ് പൈസയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കൂട്ടിയിട്ട് കാണിക്കുന്നത്, ആൾക്കാരെ ഷോ ചെയ്യുന്നത് കാണിക്കുന്നത്. ഇപ്പൊ മമ്മൂട്ടിനെ നോക്കി അറിയാൻ പറ്റും എന്തോരം അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് കാർസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലോങ്. നമ്മളൊരു ഇത്രയും കളക്ഷൻ ഉള്ള കാറുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഈ കാറ് നമ്മളത് ഇതൊന്നും വേണ്ടാന്നല്ല, കാശുള്ളവർക്ക് എന്താവാം. എങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്, നമ്മൾക്ക് ഒരാൾക്ക് എത്രത്തോളം കൺഫ്യൂഷൻ ഉണ്ടാവും? നമുക്ക് ഒരു കാറുള്ളെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ നേരെ നമ്മുടെ കുഞ്ഞ കാറിൽ നമ്മൾ എവിടേക്കാന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യും. വി ഡോണ്ട് ഹാവ് എനി ഹെസിറ്റേഷൻസ് ഓർ അൺക്ലാരിറ്റി. കുറെ കാറുള്ളവന്റെ ചിന്ത എന്താണ്? ഇന്ന് ഡിഫൻഡറിൽ പോകണോ
അല്ലെങ്കിൽ ബെൻസി പോകണോ, ഓഡിക്യൂയിലോണോ? ഓഡിക്യൂ മേടിച്ചിട്ട് ഇതുവരെ ആരെയും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഡിഫൻഡർ മേടിച്ചിട്ട് അതിനകത്ത് പോയിട്ടില്ല. സോ ദർ ഈസ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് ആർ ഹാപ്പനിങ്. സോ ഈ പറഞ്ഞ വാറൻ ബഫറ്റ് എന്ന വ്യക്തി സെയിം വീട്ടിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നു, സെയിം ഓഫീസ് ഉപയോഗിക്കുന്നു, സെയിം കാർ. എനിക്ക് തോന്നുന്നു ഈ അടുത്തെങ്ങാനും കാർ മാറ്റിയിട്ടുണ്ടെങ്കിലുള്ളൂ അത്രയും മോശമായാൽ മാത്രം പുള്ളി മാറ്റുന്നുള്ളൂ. പുള്ളി 10, 20, 30 വർഷമൊക്കെയാണ് ഒരു കാർ യൂസ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ബിക്കോസ് ദേ ഓൾവേസ് ബിലീവ് ഇൻ ഹാപ്പിനെസ് ആൻഡ് സിമ്പിൾ ലൈഫ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ആന്റണി പെപ്പേനെ അറിയാലോ, പെപ്പെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ കേസ് വെച്ചാല് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഭയങ്കര ഫ്രീ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനും ഭയങ്കര ക്ലിറ്ററാന്ന് പറഞ്ഞു. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് സക്സസ് വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വാരി കൂട്ടുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറെ പ്രശ്നം വരും. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഭയങ്കര കൂട്ടണമെങ്കിൽ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി സിമ്പിൾ ആക്കണം. രണ്ടാമത് ഇതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുന്നതുകൊണ്ട് ഗുണം വെച്ചാൽ സമയം ലാഭിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പല ആളുകളും സമയം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന എന്തിനാണെന്നറിയോ? ഈ സാധനങ്ങൾ തപ്പാണ്. അങ്ങനെയുള്ളവരൊന്ന് യെസ് അടിക്കാവോ? ഒരു സാധനം വെച്ചിട്ട് കാണാനില്ല, ഇത് തപ്പി സമയം കളയുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒരു യെസ് അടിക്കാവോ? എൽസോനോ? നമ്മൾ എവിടെയെങ്കിലും വെച്ച് ദൈവമേ ആ സാധനം എവിടെയായിരിക്കും വെച്ചത്, ഇന്നത് എവിടെയായിരിക്കും വെച്ച്? യെസ്, സുജിത്ത് പറയുന്നുണ്ട്. യെസ് ഷീജ, ഓക്കെ. യെസ് ദീപ, ഓക്കെ. എഗ്രി. നമ്മൾ ഈ തപ്പാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയങ്ങൾ. എവിടെയെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേന ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഈ പണ്ടാറത് എവിടെ കൊണ്ടുവച്ച് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. കാരണം എന്താണ്? നമ്മൾ ക്ലട്ടർ ആയിട്ടാ ലൈഫ് എടുക്കണേ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് മുഴുവനും വെച്ച് കഴിയുമ്പോൾ നമ്മൾ വെച്ച സാധനം മറന്നു, അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ച് കാണാൻ പറ്റൂല. ഈ തപ്പലോട് തപ്പലാണ്. അപ്പൊ ഇത് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് വെച്ചാല് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സാധനമൊക്കെ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇടയ്ക്കൊക്കെ ലൈഫിൽ ഇങ്ങനെ പല സാധനങ്ങളൊക്കെ ഒന്ന് അടക്കി ഒതുക്കി ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കണം, അടക്കാനും ഒതുക്കാനും വേണ്ടി മാത്രം. എന്നിട്ട് ആവശ്യമില്ലാത്ത ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കളയാൻ നോക്കണം. കളഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ കാണാത്ത പലതും കാണും. ദൈവം സാധനം കൂടി ഉണ്ടായിരുന്നു, ഇതൊക്കെ എത്ര നാളായി കിട്ടി. ചിലപ്പോൾ സ്വർണ്ണം വരെ കിട്ടിയ ചരിത്രം ഉണ്ട് കേട്ടോ ആൾക്കാർക്ക്. എവിടെയെങ്കിലും കെട്ടിയും കാണാണ്ട് ആരെങ്കിലും കാണാണ്ടൊക്കെ മാറ്റി വെച്ചായിരിക്കും, സ്വർണം വരെ കിട്ടും. അപ്പൊ ഈ നാരായണമൂർത്തിനെ ഞാൻ എന്തുകൊണ്ട് കാണിച്ചെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇൻഫോസിസിന്റെ ഫൗണ്ടർ ആണെന്ന് അറിയാലോ, കോടിക്കണക്കിന് രൂപയുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ഒരിക്കൽ നമ്മുടെ വീരപ്പൻ നമ്മുടെ ഒരു മിനിസ്റ്ററെ, ഒരു നടനെയും മിനിസ്റ്ററെയൊക്കെ തട്ടിക്കൊണ്ടുപോയല്ലോ. അപ്പൊ അന്ന് വീരപ്പൻ ഇങ്ങനെ കാശുള്ളവരെയൊക്കെ അല്ലെങ്കിൽ ബിസിനസ് ഹാൻഡ്സിനെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നൊരു വാർത്ത ഉള്ളതുകൊണ്ട് അന്നത്തെ കർണാടക ഗവൺമെന്റ് ഇദ്ദേഹത്തിന് Z+ കാറ്റഗറി സെക്യൂരിറ്റി ഓഫർ ചെയ്തു. നമ്മുടെ ഇവിടെ നാട്ടിലെ ആൾക്കാർ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് മരിക്കുകയാണ്. എന്താ പറയാ, കാശുള്ളവനൊക്കെ ആദ്യം ചെന്ന് ഗവൺമെന്റിനോട് പറഞ്ഞ് എനിക്ക് ഭീഷണിയുണ്ട്, എനിക്ക് Z+ കാറ്റഗറി, കാശ് കൊടുക്കാനും തയ്യാറാണ്. ഇപ്പൊ അംബാനിയുടെ ഒക്കെ ഈ Z+ കാറ്റഗറി സെക്യൂരിറ്റിയാണ് അദ്ദേഹത്തിന്. അതിന്റെ പൈസ ഇവരാ കൊടുക്കുന്നത്. ഈവൻ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ പോലും അതിന്റെ കോസ്റ്റ് ബെയർ ചെയ്യുന്നത് അംബാനിയുടെ കമ്പനിയാണ്. കമ്പനിയാണ് അവർക്ക് പൈസ കൊടുക്കുന്നത്. ഇദ്ദേഹത്തോട് പറഞ്ഞ നിങ്ങൾക്ക് Z+ കാറ്റഗറി സെക്യൂരിറ്റി തരാന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്നാണ്. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ട്രാവൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാറിലാണ്. നിങ്ങൾക്ക് ബാംഗ്ലൂർ സിറ്റിയിലെ ബ്ലോക്ക് അറിയാലോ. അപ്പൊ ഇദ്ദേഹം എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് കമ്പനി ബസ്സിലായിരുന്നു ട്രാവൽ ചെയ്തത്. കാര്യം പുള്ളി പറഞ്ഞ വെച്ചാൽ പുള്ളിയുടെ കാറും കൂടി റോട്ടിൽ ഇറങ്ങി അത്രയും ബ്ലോക്ക് ഉണ്ടാക്കണ്ട. 2 Z+ കാറ്റഗറി സെക്യൂരിറ്റി പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞൊരു കാര്യം വെച്ചാല്, ഇതറിയാലോ Z+ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ 2 വണ്ടി, ബാക്കിൽ 2 വണ്ടി, പിന്നെ കുറെ പട്ടാളക്കാര്, ഇതെല്ലാവരും കൂടി വെച്ചിട്ട് ഇത് എന്താ പറയാ ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. എനിക്കും മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് ഒരു വേണ്ട. അദ്ദേഹം സ്നേഹത്തോടെ അത് റിഫ്യൂസ് ചെയ്യാൻ ചെയ്തത്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സമയം ലാഭിക്കാം. ഇപ്പൊ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഭയങ്കര രസമൊക്കെയാണ്. പക്ഷെ ഞാൻ പലപ്പോഴും, ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്, നിങ്ങളുടെ ഒപ്പീനിയൻ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കുന്ന ഒരാളെന്ന് വിചാരിച്ചു. നമുക്കിപ്പോ സാധാരണഗതിയിൽ നമുക്ക് ഡ്രൈവറെ എപ്പോഴാണ് വെക്കുക? നമ്മൾ കാശുള്ളപ്പോഴല്ലേ വെക്കുള്ളൂ, അല്ലാത്ത ഒരു ഡ്രൈവറിനെ വെക്കില്ലല്ലോ. ഒരു ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് എത്രത്തോളം ഫ്രീ ആയിട്ട് ആ കാറിൽ ഇടപെടാൻ പറ്റും വിത്ത് ഫാമിലിയൊക്കെ പോകുമ്പോൾ? നമ്മുടെ രഹസ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തുള്ള ചെറിയ ചെറിയ പൊട്ടലുകളും ചീറ്റുകളും ഒക്കെ ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തറിയും. അപ്പൊ ചില IAS ഓഫീസറുടെ വീട്ടില് അടുക്കളയിൽ പുറത്തെ ആൾക്കാർ, ഇപ്പുറത്ത് വേറെ ആൾക്കാർ, ഇങ്ങനെ എന്താ പറയാ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ ഇവരെ നോക്കണം, ഇവര് കട്ടുകൊണ്ട് പോകുമെന്ന് ചിന്തിക്കണം. ഇപ്പൊ നമുക്കറിയാം വീട്ടിലെ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഏത് സമയത്ത് നമ്മളെ കൊല്ലുമെന്ന് പേടിക്കണം.
ഇങ്ങനെ എന്താ പറയാ വളരെ ടഫായിട്ട് വരും. നമ്മൾ വിചാരിക്കുക വെച്ചാൽ വീട്ടിൽ 4 പണിക്കാരെടുത്ത് നമ്മുടെ പണി എളുപ്പമായി എന്നാണ്. പക്ഷെ നമ്മള് കുറേയും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് പോകണം. ഞാൻ പറയുന്നത് ഇതൊന്നും നിങ്ങൾ ആ അർത്ഥത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ വിവേചനാധികാരമുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം എന്റെ അപ്പച്ചന്റെ ചേട്ടൻ വയ്യാതെ കിടക്കുകയാണ്. അപ്പോ വല്യമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ ആള് നല്ല സൈസ് ഉണ്ട്, അതുപോലെ ഇവരെ പൊക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ പറഞ്ഞു ഒരു പണിക്കാരനെ നിർത്ത് എന്നിങ്ങനെ എല്ലാ ദിവസവും ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ വീട്ടില് സ്വർണ്ണം ഗോൾഡൊക്കെ ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞ കേസ് വെച്ചാൽ എനിക്ക് പറ്റില്ല, ഞാൻ ഈ ആ വല്യപ്പച്ചനെ നോക്കണേന് ബുദ്ധിമുട്ടാണ്. കാര്യം ഇവരൊക്കെ എടുത്ത് മറിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണം. പക്ഷെ അതില് ബുദ്ധിമുട്ടാണ് വീട്ടിൽ ഒരാളെ നിർത്തി അയാൾക്ക് ചോറും കറിയും വെച്ചു കൊടുക്കണം. ഇനി അയാള് ഉപദ്രവിക്കുമോ നോക്കണം. വലിയ മീൻസ് ആണായതുകൊണ്ട് തന്നെ കുറച്ച് സൈസുള്ള ആളായതുകൊണ്ട് തന്നെ ഒരു ആണിനെ നിർത്തണം. പിന്നെ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിക്കണം. സോ ഐ ഡോണ്ട് വാണ്ട്. ഈ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചോളാം. പണിക്കാരൻ നിർത്തുന്ന പരിപാടിയില്ല. സോ എന്താ പറയാ, ആളുകൾ അങ്ങനെയും ചിന്തിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതുപോലെ ഒരു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു ഗുണം. അടുത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ലീവ് ലൈഫ് ഫ്രീ ആണ്. ജാനെ സിബറി എന്ന് പറഞ്ഞൊരു ഒരു മ്യൂസിക് ലേഡിയാണ്. അവർ ഭയങ്കര ഫേമസ് സിംഗറാണ്. അപ്പൊ അവരിങ്ങനെ ലോകം മുഴുവൻ ചുറ്റും. ഒന്നുമില്ല, അവരുടെ കയ്യിൽ ഒരു ചെറിയൊരു ബാഗും അവരൊരു ചെറിയൊരു ഗിത്താറൊക്കെ വെച്ചിട്ട് ലോകം മുഴുവൻ നടന്ന് പാട്ടൊക്കെ പാടും. അവരുടെ സീരീസ് ഒക്കെ വിൽക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളൊരു യാത്ര പോകും, ട്രെയിനിലാണ് പോകുന്നത്. ഈ ട്രെയിനിൽ പോണ സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിറച്ച് ഗോൾഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിൽ നിറച്ച് ക്യാഷ് ഉണ്ട്, പിന്നെ എന്താ പറയാ കയ്യിൽ ക്യാഷും ഗോൾഡും ഉണ്ട്, കയ്യിൽ നല്ലൊരു ഐഫോൺ ആണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആ ട്രെയിനിൽ നന്നായി ഉറങ്ങാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങളുടെ കയ്യിലും കഴുത്തിലൊക്കെ ഗോൾഡ് ഉണ്ട്, നിങ്ങളുടെ ബാഗിൽ നിറച്ച് പൈസയാന്ന് വിചാരിച്ചു, കയ്യിൽ ഐഫോണും അല്ലെങ്കിൽ ഒരു 1.25 ലക്ഷം രൂപയുള്ള സാംസങ്ങോ ഐഫോണോ വിലയുണ്ട്. നിങ്ങൾക്ക് ആ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റും? പറ്റില്ല. നിങ്ങൾക്ക് ആ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം സാധനങ്ങൾ കൂടുന്നു, എത്രത്തോളം കാശ് കൂടുന്നു, അത്രയും ആ ട്രാവല് നിങ്ങൾക്ക് ദുരിതമായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇത്ര സാധനം ആരെങ്കിലും ദൈവം കള്ളനാണോ, അടിച്ചു പോവും, കാശ് പോവും. നമ്മൾ മനസ്സിങ്ങനെ വേണ്ടിരിക്കും. ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റൂല. പറ്റൂല്ലയോ? പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ നോക്കി, ഈ സമ്പത്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് സമ്പത്ത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ സാധനം ഇങ്ങനെ വീട്ടിൽ കുറെ ഗോൾഡ്, ഇപ്പൊ 100 പവൻ ഗോൾഡ് വെച്ച് വീട്ടിലുള്ള ഒരാൾക്ക് എങ്ങനെ വീട് പൂട്ടി പുറത്തു പോകാൻ പറ്റും? വീട് വെറുതെ തുറന്നിട്ട് പോകാൻ പറ്റും ആർക്കെങ്കിലും? പറ്റൂല. ഞങ്ങളുടെ വീട്ടിലൊക്കെ നമ്മള് സുഖമാണ്. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് അപ്പനൊക്കെ കുറച്ച് ചെറിയ ടെൻഷൻ, പക്ഷെ എനിക്ക് ഒരു ടെൻഷൻ ഇല്ല. ഞാൻ ഇവിടെ വാല് തുറന്നിട്ട് കിടന്നുറങ്ങാം. ഞാൻ പുറത്തുമ്പോ വാല് കൂട്ടാറില്ല. ഞാൻ അപ്പനമ്മോട് ചോദിക്കും, എന്തിട്ട് പേടിക്കണേ? അപ്പൊ പോയാൽ ഇത്രയല്ലേ പോവുള്ളൂ. കാര്യം വീട്ടില് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ നമ്മള് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് എത്ര തവണ ഞാനൊക്കെ വണ്ടിയിലും ഫ്ലൈറ്റിലൊക്കെ അല്ലെങ്കിൽ മീൻസ് ട്രെയിനിലൊക്കെ കയറി കഴിയുമ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങും. കാര്യം നമ്മുടെ ആകെ ഒരു പേഴ്സ് ഉണ്ടാവും. എന്നാൽ ആ പേഴ്സും ഫോണും ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തപ്പി നോക്കും സാധനം ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. പിന്നെ പോയാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഫോണൊക്കെ പോയാൽ നമുക്ക് ടെൻഷനാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം ഫോണിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ സൈഡിൽ തലയ്ക്കയുടെ സൈഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കിടന്നുറങ്ങും. ബാക്കി ഒന്നിനെ കുറിച്ച് നമുക്ക് ചിന്തയില്ല. അപ്പൊ നമ്മുടെ കയ്യില് ഒരുപാട് സാധനങ്ങൾ കയറുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര ടെൻഷനൊക്കെ ആവും. പിന്നെ ആളുകൾ നമ്മൾ ഉപദ്രവിക്കുമോ, ഇവൻ എന്നെ കൊല്ലുമോ, ഇപ്പൊ അറിയാലോ അത്രയും സ്വത്തൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ പ്രോസസ്സിങ് കൂടി കഴിഞ്ഞാൽ ആളുകൾ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും എന്നൊക്കെ പേടിക്കും. നമ്മുടെ ലൈഫ് ഭയങ്കര എന്താ പറയാ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. നമുക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ എവിടെയെങ്കിലും ട്രാവൽ പോകാൻ പറ്റില്ല. ഇപ്പൊ വീട്ടിൽ നിറച്ച് സ്വർണ്ണമുള്ള ഒരാൾക്ക് സ്വർണ്ണം ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ട്, ബാങ്കിലുള്ളവർക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല. വീട്ടിൽ സ്വർണ്ണം നിറച്ചിരിക്കണമെന്ന് വിചാരിച്ചോ, എങ്ങനെ പോവും? പോയി കഴിഞ്ഞ് ചിന്തറിയും, ഞാൻ അത് പൊളിക്കുന്നു. പിന്നെ അതിന് ക്യാമറ വയ്ക്കും, പിന്നെ ക്യാമറ നോക്കണം, പിന്നെ ക്യാമറ നോക്കിയിട്ട് പോയിട്ട് വല്ല ഡയലോഗ് പറഞ്ഞിട്ട് പിടിക്കാതിരിക്കാം. അപ്പം എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ചെയ്യാം. ഞാൻ അടുത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹമാണ്. ഞാൻ ഇത് പല ലോക നേതാക്കളെയും അടുത്ത കാണിക്കുന്ന ലോക നേതാവിനെയൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ സുക്കംബർഗ് കോടീശ്വരനാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ 4-ാമത്തെ 5-ാമത്തെ സ്ഥാനത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉള്ള സ്വന്തമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം
എന്താ പറയാ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റൂല. നിങ്ങൾ നോക്കിയറിയാം, ഇവരുടെ ഡ്രസ് നോക്കിയറിയാം, ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ചാര കളർ പോലത്തെ ഒരു ടീഷർട്ടാണ്. ഇതൊക്കെ കേട്ടാൽ ഭയങ്കര രസമായിരിക്കും. ഇവര് പറയുന്ന ഒരു റീസൺ എന്നിട്ടാണ്, ഈ എന്തുകൊണ്ടാണ് ഇവർ ഈ ടീഷർട്ട് മാത്രം ഇട്ട് നടക്കുന്നത് അറിയോ? ഒരേ കളറിലുള്ള ടീഷർട്ട് ആയിരിക്കും. ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കില്ല. നമുക്ക് ഒരുപാട് ടൈപ്പ് ഡ്രസ്സ് എന്ന് വിചാരിച്ചു, വെള്ള, വൈറ്റ്. ഇപ്പൊ നമ്മളൊക്കെ പോകുമ്പോൾ രാവിലെ ടെൻഷനാണ്, ദൈവം ആ പരിപാടിക്ക് ഏത് ചടങ്ങ്. സ്ത്രീകളുടെ കാര്യം പറയേ വേണ്ട. ഇപ്പൊ ഒരു പരിപാടിക്ക് ഇട്ട ഡ്രസ്സ് എന്തുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയരുത് പ്ലീസ്. അത് നമ്മൾ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ്. ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ പോലും അത്രയും ചിന്തിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കല്യാണത്തിന് നിങ്ങൾ മേടിച്ച സാരി വേറൊരു കല്യാണത്തിന് ഇടുമോ? എടുക്കൂല. കാര്യം ഒരു സാരിക്ക് 10,000 മുതൽ 5,000 മുതൽ 15,000 രൂപ സാരി ഒരു കല്യാണത്തിന് വാങ്ങിക്കഴിഞ്ഞാല് അതിന്റെ ഒരു മാസം കഴിയുമ്പോൾ അടുത്തൊരു കല്യാണം ഉണ്ടെങ്കിൽ ആ സാരി ഉടുക്കൂല. കാരണം എന്താണ്? ഈ സാരിയൊക്കെ അവളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഉടുത്ത എനിക്ക് വേറെ ഇല്ല എന്ന് അവൾ വിചാരിക്കും. ഈ 5,000 രൂപയും 10,000 രൂപ, കാര്യം ഇത് എല്ലാ ദിവസവും എടുക്കാൻ പറ്റുന്ന സാരി ആയിരിക്കില്ല ഫംഗ്ഷൻ കൊടുക്കണം, അല്ലേ? ഫംഗ്ഷൻ വില കൂടിയ സാരി എന്തായാലും റെഗുലർ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. ഒരു കല്യാണം വന്നാൽ ഒരു 10,000 രൂപയുടെ സാരി മേടിക്കും, നമ്മൾ കള്ളിൽ കയറ്റി വയ്ക്കും. പിന്നെ അടുത്ത കല്യാണത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന എത്ര സാരികളുണ്ടെന്ന് അറിയും. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള സാരി പറയുമ്പോൾ പറയും, അയ്യോ അത് പഴയതായി, പിന്നെ പുതിയത് മേടിക്കാന്ന് പറയും. അപ്പൊ ഇവരൊക്കെ ചിന്തിക്കണെന്ന് വെച്ചാൽ ഇവർക്ക് അങ്ങനത്തെ ടെൻഷൻ ഇല്ല. ഇവർ എല്ലാ പരിപാടിക്കും ഒരു ജീൻസും ഈ ബ്ലാക്ക് ടീഷർട്ടും, വേറെ ഒന്നും ചിന്തിക്കാനില്ല. അവർക്ക് ക്രിയേറ്റീവ് ആയിട്ട് ബിസിനസിനെ പറ്റി അല്ലെങ്കിൽ പുതിയ ഐഡിയകളെ പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും അവരുടെ ലൈഫിനെ അവർ ചെയ്യുക. അത് മാത്രമല്ല, ഈ സുക്കംബർഗ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ പൈസ ലാഭിച്ചിട്ട് ഇവർ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. സുക്കംബർഗിന്റെ ഒരുപാട് കമ്പനികളുണ്ട്. അതിൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഫസ്റ്റ് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 1% മാത്രം അയാൾ എടുക്കുന്നത്, ബാക്കി 99% ചാരിറ്റിയാണ്. ഒറ്റ പെർസെന്റേജ്. ഞാൻ പറഞ്ഞ വെച്ചാൽ അയാൾ എല്ലാ പൈസയും ചാരിറ്റി കൊടുക്കുകയാണെന്നല്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അങ്ങനെ കുറെ കമ്പനികളുണ്ട്. അതിൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ആദ്യത്തെ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 1%. പ്രോഫിറ്റ് ഇറ്റ്സ് ഹ്യൂജ് എമൗണ്ട്. കാര്യം ഇവർക്ക് എന്താണ് ഇപ്പൊ ചെലവുള്ളത്? ഇവർക്ക് ഈ പണിക്കാരെ വെക്കുന്നത് മാത്രമല്ല, ബാക്കി കിട്ടുന്ന പലിശയുടെ വരുമാനമൊക്കെ ഇതാണ്. ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഗൂഗിള് യൂട്യൂബിൽ നിന്ന് 3,000 300 എത്ര കോടി ഡോളറാണ് അവർക്ക് പരസ്യത്തിൽ നിന്ന് മാത്രം വരുമാനം കിട്ടിയത്. അപ്പം ആ സെർവറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം പ്രോഫിറ്റ്. അപ്പൊ അതിന്റെ ഒരു 1% ആണ് ദേ ആർ ടേക്കിംഗ്. ദേ ആർ നോട്ട് സ്പെൻഡിങ് ലൈക്ക് അവിടെ വീട് മേടിക്കുന്നു, ഇവിടെ കാറ് മേടിക്കുന്നു, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അത് മാത്രമല്ല, ഈ സുക്കംബർഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാല് ഇദ്ദേഹം ചൈനക്കാരി തന്നെ കല്യാണം കഴിച്ചത്. ഇദ്ദേഹം ഹണിമൂണ് പോയി. നിങ്ങൾക്കറിയാലോ, ഒരാള് കല്യാണം കഴിച്ച് ഹണിമൂണ് പോകുമ്പോൾ ദേ ട്രൈ ടു ഗിവ് ദ ബെസ്റ്റ്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള, നമ്മളെ പോലുള്ള ആൾക്കാരല്ല, കാശുള്ളൂ, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്താ പറയാ ഹോട്ടലിൽ താമസിക്കും, ഏറ്റവും എക്സോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇദ്ദേഹത്തെ ആൾക്കാർ കണ്ടത് ഇദ്ദേഹം ഭാര്യയും കൂടി മാക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് ബർഗർ കഴിക്കുന്നത്. ഈ മാക്ഡൊണാൾഡ്സ് ഞാൻ എടുത്തു പറയാൻ കാരണം, നമുക്കൊക്കെ ചിലപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പെൻസീവ് പോലെ തോന്നും. അത്ര എക്സ്പെൻസീവ് അല്ല. അമേരിക്കയിൽ ഏറ്റവും കുറഞ്ഞ പൈസയിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഫുഡ് കിട്ടുന്നതാണ് മാക്ഡൊണാൾഡ്സ്. ഇദ്ദേഹം ഹണിമൂണിന് പോയ സമയത്ത് ഒരു ടീഷർട്ടും ഒരു ജീൻസ് ഒക്കെ ഇട്ട് വൈഫിനോടൊപ്പം ഒരു മാക്ഡൊണാൾഡ്സ് കയറിയിട്ടൊരു മറ്റേ ഇത് കഴിക്കായിരുന്നു. അപ്പം അത് അദ്ദേഹത്തെ സ്പോട്ട് ചെയ്തു. കാര്യം ബാക്കി ഇവര് ഭയങ്കര സെലിബ്രിറ്റി ഫെയിം ഒക്കെ പേടിച്ചിരിക്കും. അപ്പൊ അത്രേ ആവശ്യമുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോ ഒരുപാട് വലിയ എക്സോട്ടിക് ഹോട്ടലിൽ കയറിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ടൊക്കെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമ്മുടെ ജാട കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് മാത്രമാണ്. അത് കൂടുതലും ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. അഞ്ചാമത്തെ മോർ സ്പേസ് ആണ്. നമ്മുടെ ലൈഫിൽ സ്പേസ് നിങ്ങൾ നോക്കിക്കോ. ഒരു ഞാൻ പലപ്പോഴും, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാവുന്നവരോട്, ഒരു വീട്ടില് നമ്മൾ കയറി ചെല്ലുമ്പോൾ നിറയെ ഫർണിച്ചർ ഉള്ള ഒരു വീടിനേക്കാളും, എന്റെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം കുറെ ഓപ്പൺ സ്പേസ് ഉള്ള 1-2 സീറ്റ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ചില വീടുകളിലേക്ക് കയറുമ്പോൾ അറിയാൻ പറ്റും, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇത്രയും കട്ടിയുള്ള സോഫ സെറ്റുകൾ, ഇങ്ങനെ അത് നിറച്ചിട കടക്കാൻ സ്ഥലം ഉണ്ടാവില്ല നടുക്കിക്കൂടെ, അത്രയും മേടിച്ച ഫർണിച്ചർ ഇടുന്നുണ്ടാവും. പക്ഷെ ഈ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ സ്റ്റീവ് ജോബ്സിന്റെ വീട്ടിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിടക്കാൻ ഒരു കട്ടില്, ഒരു ചെറിയൊരു ടേബിള്, ഒരു കസേര, വേറെ ഒരു ഫർണിച്ചറും ഇല്ല. അദ്ദേഹത്തിന്റെ മുറി മുഴുവൻ സ്പേഷ്യസ് ആണ്. അദ്ദേഹത്തിന് അധികം ഇദ്ദേഹം അതുപോലെ തന്നെയാണ്. മാക്സിമം ഒരു ടീഷർട്ടാണ് ഓടിക്കുന്നത്. വല്ല പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് വല്ല കോട്ട് ഇടും. അതുവരെ നോർമൽ ജോബിന് പോകുന്നത് ഈ കഴുത്ത് നെക്കുള്ള, മരിച്ചുപോയി, അദ്ദേഹം ടീഷർട്ടും ഒരു ജീൻസും ആണ് ഇവരെപ്പോഴും വെയർ ചെയ്യുന്നത് ഇവരുടെ ഏത് ഓഫീസ് വർക്കിന് പോയി കഴിഞ്ഞാൽ. വൈ ദേ വാണ്ട് ടു, അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഈവൻ വേറെ ആൾ ചെന്ന് ഇരിക്കാനുള്ള കസേര പോലും ഈ പറഞ്ഞ സ്റ്റീവ് ജോബ്സിന്റെ വീട്ടിലില്ല. റൂമൊക്കെ സ്പേഷ്യസ് ആണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എപ്പോഴും അവരെ ക്ലട്ടേഴ്സ് കുറയും.
ക്ലട്ടർ. അയ്യോ 6:20 സോറി. അപ്പം നമ്മള് ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്. ഇത് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. സോറി, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ ഒന്ന് നമ്മുടെ സ്പേസ് പോകും, രണ്ട് നമ്മുടെ മനസ്സമാധാനം പോകും. ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു ഫോൺ വാങ്ങി, എനിക്ക് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടായിരുന്നില്ല. ഞാൻ അത്രയും സിമ്പിൾ ആയിരുന്നു കമ്പനിയുടെ ഫോൺ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇനി ഒരു ഫോൺ സ്വന്തമായിട്ട് മേടിക്കണ്ട. 10 കൊല്ലമായി കമ്പനിയിൽ, അറ്റ്ലീസ്റ്റ് ഒരു ഫോണെങ്കിലും മേടിക്കണമെന്ന് ഞാൻ മേടിച്ചു. ഞാൻ അതിനകത്ത് ഒരു 10, 15, 18 രൂപയായി ആ ഫോണിന്. എന്റെ എല്ലാ ഫംഗ്ഷനും നടക്കുന്നുണ്ട്. ഈവൻ എനിക്ക് വേണമെങ്കിൽ ഒരു ഐഫോൺ 1.25 ലക്ഷം രൂപ മേടിക്കാം. 1.25 ലക്ഷം രൂപ അടുത്തുള്ള ഐഫോൺ മേടിക്കുമ്പോൾ എനിക്കിത് വെറുതെ എവിടെയെങ്കിലും വലിച്ചു വാരി ഇടാൻ പറ്റില്ല. മുകളിൽ നിന്ന് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പാനൽ മാറ്റാൻ വീണ്ടും 30,000-40,000 റുപ്പീസ് ഒക്കെ വരും. അതിന്റെ ഒരു ആക്സസറീസ് മേടിക്കാൻ വീണ്ടും പൈസ ഒരുപാട് ചെലവാക്കണം. എന്തിന് എനിക്ക് അതിന്റെ ഒരു പർപ്പസ് തോന്നില്ല. പക്ഷെ ഐഫോൺ വേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്, വളരെ സെക്യൂരിറ്റി ഉള്ള ട്രാൻസാക്ഷൻസ് ചെയ്യുന്നവര്, അങ്ങനെയുള്ളവർക്കൊക്കെ ഐഫോൺ ഉപയോഗിക്കാം. പക്ഷെ അല്ലാത്തവർക്ക് അതിന്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ കുറെ സാധനം വാങ്ങി കൂട്ടുമ്പോൾ നമ്മുടെ പണം ഒരുപാട് ചെലവാകും. ആ പണം ചെലവാകുന്നതിനേക്കാൾ ഉപരി നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരി അത് നമ്മുടെ ലൈഫിന് ഭയങ്കരമായിട്ട് ക്ലട്ടർ ആവും. അപ്പൊ നമുക്ക് ആ വേടിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, പക്ഷെ വേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു ബാധ്യതയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് വാങ്ങുന്നതിന് മുമ്പും 2 പ്രാവശ്യം ആലോചിക്കുക, ഈസ് ഇറ്റ് റിയലി റിക്വയർഡ്? ഇനി അത് വേടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അതിന് പകരം നമ്മുടെ വീട്ടിലുള്ള സാധനം നമ്മൾ അത്രയും പെട്ടെന്ന് ഒഴിവാക്കിയേക്കാം, പിന്നീട് ഉപയോഗിക്കാന്ന് പറഞ്ഞെടുക്കേണ്ട. അപ്പൊ ഇതെങ്ങനെ ഒഴിവാക്കാന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. എല്ലാവർക്കും ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ. സ്നേഹം ഉണ്ടാവട്ടെ, കാരണം പ്രണയത്തോളം മനോഹരമായ വികാരം വേറെ ഒന്നുമില്ല. അപ്പൊ പ്രണയിക്കട്ടെ, എല്ലാവരും പ്രണയിച്ചുകൊണ്ടിരിക്കുക. കല്യാണം കഴിച്ചാലും പ്രണയിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, ആരും ചീത്തയൊന്നും പറയില്ല. കെട്ടിയവനും കെട്ടിയോളെയും പ്രണയിക്കുക. നമ്മൾ വിചാരിച്ചിരിക്കുന്ന വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു ചിന്ത എന്ന് വെച്ചാൽ വല്ലവന്റെ ഭാര്യനെ മാത്രം അല്ലെങ്കിൽ വല്ല പെണ്ണുങ്ങളെ മാത്രം നമുക്ക് പ്രേമിക്കാൻ പാടുള്ളൂ. സ്വന്തം ഭാര്യനൊക്കെ ഇടയ്ക്ക് പ്രണയിക്കാം, ഇടയ്ക്ക് പൂവൊക്കെ കൊടുക്കാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെ ആയിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത സെഷനിലായിട്ട് നമുക്ക് ഷെയർ ചെയ്യാമെന്ന് സർ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ഉള്ളൊരു ടൈമാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. ഓക്കെ, അപ്പൊ ആരാണ് ഫസ്റ്റ്? മാജിക് മോർണിംഗ് സർ. മിനിമലിസം നല്ലൊരു സബ്ജക്റ്റ് ആണ് സർ. ഞാനിങ്ങനെ ആലോചിക്കും, കോടീശ്വരന്മാരൊക്കെ ജീവിക്കുന്നത്, ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. അയാൾ താമസിക്കുന്നത് 450 സ്ക്വയർ ഫീറ്റിലാണ്. നമ്മളിവിടെ വാറൻ ബഫെ അതേമാതിരി ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. അയാൾ ഇപ്പോഴും 30 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന അതേ കാർ തന്നെ ഉപയോഗിക്കുന്നത്. സ്വന്തമായിട്ട് വിമാന കമ്പനി ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഫ്ലൈറ്റ് ഇതില്ല. അയാൾ സാധാ ഇതിലാ പോവാ. പിന്നെ ഇതേമാതിരി തന്നെ നമ്മളെ രത്തൻ ടാറ്റ ഒരു ചെയർമാൻ റിട്ടയർഡ് ആയതിന്റെ ശേഷം ഒരു സ്വന്തം വീടുണ്ടാക്കി. അതുവരെ ഒരു 3 ബെഡ് ഫ്ലാറ്റിലാണ് താമസിച്ചത്. പറയുമ്പോ ലക്ഷക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ളതാണ്. ടാറ്റ ഗ്രൂപ്പൊക്കെ രത്തൻ ടാറ്റന്റെ ഓട്ടോബയോഗ്രഫി ഒക്കെ വായിക്കേണ്ട. ഞാൻ ഇന്നലെ തീർത്തത്. ഇറ്റ് വാസ് 700 പേജ്. പക്ഷെ ഇത് ഈസ് വർത്ത് റീഡിങ്. ഈ ടാറ്റ കമ്പനീനെ എന്തെല്ലാം ആക്കി എന്നുള്ളതും അതൊക്കെ അയാളാണ് ടാറ്റ കമ്പനി ഈ കോലത്തിലേക്ക് എത്തിച്ചത്. അത് മാത്രമല്ല 60% ഓഫ് ദ പ്രോഫിറ്റ് ഗോസ് ടു ചാരിറ്റി. ടാറ്റ സൺസിലേക്ക് വന്നിട്ട് അത് കംപ്ലീറ്റ് ചാരിറ്റിക്ക്. ഇന്ത്യയിൽ ഒരു കമ്പനിയും അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ കൊല്ലം അസീം പ്രേംജി ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇയാള് എല്ലാ കൊല്ലത്തിലും 60% ചാരിറ്റിക്ക് കൊടുക്കും. അത് അതേമാതിരി അവർക്ക് ലൈഫ് സ്റ്റൈലും വളരെ മിനിമലിസത്തിന്റെ ഏറ്റവും ടോപ്പാണ് ഈ രത്തൻ ടാറ്റ. ഒരു പോഷ് കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഒക്കെ ജീവിതത്തിൽ പല നമ്മളിവിടെ ഒരു 500 റുപ്യ ഉണ്ടെങ്കിൽ ഇപ്പൊ അംബാനി 5000 കോടിന്റെ കല്യാണം കഴിച്ചപ്പോ ഞാൻ നോക്കുമ്പോ ഇറ്റ് ഈസ് നത്തിങ്. കാരണം അയാൾക്ക് 5 ലക്ഷം കോടിന്റെ ആസ്തി ഉണ്ട്, അതിന്റെ ഒരു 1% ചെലവാക്കിയിട്ടുള്ളൂ. ഇവിടെ 10 ലക്ഷം ആകെ ആസ്തി ഉള്ളവന് 50 ലക്ഷം കടം വാങ്ങിയിട്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത്. അതാണ് അംബാനിന്റെ കല്യാണമൊക്കെ അയാളുടെ ടോട്ടൽ ഇത് നോക്കുമ്പോ, ആസ്തി നോക്കുമ്പോ അതിന്റെ ജസ്റ്റ് 0.1% വരുന്നേ ഉള്ളൂ സ്പെൻഡ് ചെയ്ത്. അപ്പം നമ്മളത് കണ്ടിട്ട് കളിക്കുമ്പോഴാണ് ലോണൊക്കെ വാങ്ങിച്ചിട്ട്
മിനിമലിസം എല്ലാവരും പ്രാക്ടീസ് ചെയ്ത ലൈഫ് മലയാളിക്ക് വെറുതെ ആവശ്യമില്ലാതെ കടം വരുത്ത EMI ഉണ്ടാക്കുക ആവശ്യം. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി മൊബൈൽ ഫോൺ അടുത്തന്നെ ഐഫോൺ വാങ്ങി എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, എങ്കിലും അവൻ കടം വാങ്ങിച്ചിട്ട് ഐഫോൺ വാങ്ങും, എന്നിട്ട് കടക്കാരനാവും. ഇപ്പൊ അടുത്ത് കണ്ടില്ലേ സാർ, നബാർഡിന്റെ ഒരു സർവേയില് 65% ഓഫ് കേരള ഫാമിലി കടത്തിലാന്ന് പറഞ്ഞു. സത്യമാണ്. അതൊക്കെ ഇതുകൊണ്ടാണ്. ഈ മിനിമലിസം പ്രാക്ടീസ് ചെയ്യണ ഒരു പ്രശ്നമില്ല. മറ്റുള്ളവൻ എന്ത് കരുതും എന്ന ഒരൊറ്റ ഇതിലാണ് നമ്മളെ പൈസ പോണത്. ഇനി ഇറ്റ് വാസ് എ ഗുഡ് ക്ലാസ്സിന് കുറച്ച് ലേറ്റ് ആയിട്ട് പങ്കെടുത്തെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ്. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു ബഷീർ സാർ, താങ്ക് യു സോ മച്ച്. ഇനി ആരാ പറയുന്നത്? മാജിക് മോർണിംഗ് സർ. സിന്ധു ചേച്ചി പറഞ്ഞോളൂ. മോൻ പറഞ്ഞോ പറയാം. ഓക്കെ. ഇന്നലെ സാറ് ക്ലാസ് എന്തായാലും അടിപൊളി ക്ലാസ്. എനിക്ക് ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്, ചില കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു 90% കാര്യങ്ങളിലും യോജിപ്പാണ്. എഗ്രി ചെയ്യുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ വെറുതെ കുറെ ക്ലട്ടർ ചെയ്യുന്നതാണ്. വീട്ടിനകത്തുള്ള കുറെ സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് പ്ലാസ്റ്റിക്കിന്റെ പഴയ പ്ലാസ്റ്റിക് ഒക്കെ വാങ്ങാനായിട്ട് വരുമല്ലോ, ആക്രി വെക്കാൻ ആൾക്കാരെ. അപ്പോഴാണ് വീട് ചുറ്റും എന്താ പറയുക കുറെ പ്ലാസ്റ്റിക്, അനാവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങൾ ആ സമയത്ത് ഓടി നടന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ചിന്തിച്ചു, ഒരുപാട് സാധനങ്ങൾ വെറുതെ നമ്മൾ മെസ് ചെയ്യാണ്. ഇതിനകത്ത് ഇങ്ങനെ കുറെ കുട്ടിയുടെ കളിപ്പാട്ടങ്ങളും അനാവശ്യമായിട്ടുള്ള കുറെ ബോട്ടിലുകൾ അത് ഇത്. അപ്പൊ അന്ന് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിന്തിച്ചു ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യുക, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യുക. എന്നിട്ട് അതാണ് ഒരു നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാവും, വീടിനകം ഒരു ക്ലീൻ ആവും. അത് ഭയങ്കര ഒരു വളരെ നല്ലൊരു പോയിന്റ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ജീവിക്കാൻ, ഞാൻ എവിടെ ഒരു കോട്ട് കേട്ടിട്ടുണ്ട്, ജീവിക്കാൻ ചെലവ് കുറവാണ്, പക്ഷെ മറ്റുള്ളവരെ പോലെ ജീവിക്കുവാനാണ് ഏറ്റവും കൂടുതൽ ചെലവ് കൂടുതലെന്ന്. നമുക്ക് ആവശ്യമായിട്ടുള്ള യൂട്ടിലിറ്റീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ആവശ്യം. ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ കേസ് പറഞ്ഞു, ഇതൊക്കെ പുതിയ ലോകത്ത് നമുക്ക് എല്ലാം പലതും നമുക്ക് ആവശ്യമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇല്ലാതെ അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാര്യം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പ്രൊഫഷൻ ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും. അപ്പൊ അതെന്താണോ അത് ചെയ്യാം. അതിനെ തന്നെയും പല വേരിയൻസ് ഉണ്ടാവുമല്ലോ, നമുക്ക് നമ്മുടെ ക്യാഷിൽ ഒതുങ്ങുന്ന വേരിയന്റ് യൂസ് ചെയ്യാം. അതാണ് ഞാൻ പാലിക്കുന്നൊരു കാര്യം തന്നെയാണ്. എനിവേ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുജിത് സർ, താങ്ക് യു സോ മച്ച്. സിന്ധു മാം. ഹായ് മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ലൊരു സബ്ജക്റ്റ് ആണെന്ന് സാർ എടുത്തു തന്നത്. ഞാന് ഒരു കാര്യം എന്റെ ഒരു അനുഭവം പറയാട്ടെ. ഞാൻ ഒരിക്കൽ കൊല്ലത്ത്, എന്റെ നാട്ടിലൊന്ന് പോയിണ്ടായിരുന്നു. ഒരിക്കൽ കൊല്ലത്ത് പോയ സമയത്ത് എന്റെ അനിയത്തിന്റെ വീട്ടിന്റെ അടുത്ത് നല്ല ക്യാഷ് ഉള്ള ഒരു ഫാമിലി താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരെ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിച്ചിട്ട് അഴി വെക്കുമല്ലോ, അഴി പോലത്തെ വീടാണ്. അത് ചെരിഞ്ഞിങ്ങനെ നിൽക്കും ആ അഴി ഇട്ടാ. അപ്പോ മരം കൊണ്ട് ഇങ്ങനെ പലക കൊണ്ട് ഇങ്ങനെ മറച്ചിട്ടുള്ള പോലത്തെ വീട്. അപ്പൊ എന്റെ അനിയത്തി പറഞ്ഞു, നല്ല കാശുള്ള ആൾക്കാരാണ് ചേച്ചിയെ, പക്ഷെ അവര് താമസിക്കുന്ന വീട് നോക്കുന്ന്. അപ്പൊ എന്താ, അവർക്ക് ആഡംബരമായിട്ടുള്ള സാധനങ്ങളല്ല താല്പര്യം. അവർക്ക് എപ്പോഴും ബാങ്ക് ബാലൻസ് വേണം. ഇപ്പൊ നമുക്കൊരു അസുഖം വന്നാൽ ഒരാളോട് കൈ നീട്ടാത്ത രീതിയിൽ നമ്മളെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട നമുക്ക് ബാങ്ക് ബാലൻസ് വേണം. അങ്ങനെയാണ് അവര് ചിന്തിച്ചത്. പക്ഷെ നമ്മള് മലയാളികള് അധിക പേരും വലിയ വീടണ്ട് ഉണ്ടാക്കിയിടുന്നിട്ട് അതൊന്ന് അടിച്ചാലും തുടയ്ക്കാനും വേറൊരു സർവന്റിനെ വെക്കും. അവർക്കും കൊടുക്കണം മന്ത്ലി പൈസ. നമുക്ക് ഇത്രയും വലിയ വീടുണ്ടാക്കി ജനങ്ങളെ മുന്നിൽ നമ്മൾ വലിയ പണക്കാരെന്ന് അറിയിക്കും വേണം. ഇതാണ് ഇപ്പൊ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ നമുക്ക് ജീവിക്കാൻ നമുക്ക് കുറച്ചല്ലേ വേണ്ടൂ എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. കാശ് എങ്ങനെ ദൂർത്തടിക്കാം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പിന്നെ ഡ്രസ്സുകളെ കാര്യം പറഞ്ഞേ, ഞാൻ പറഞ്ഞിരുന്നു ഒരു കാലത്ത് നമുക്ക് ഒരു ജോഡി ഡ്രസ്സിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ സത്യം പറഞ്ഞ ഇഷ്ടം പോലെ ഞാൻ എടുത്തിട്ടല്ല, മരുമക്കള് ഓണം വിഷുക്കായ ഓരോരുത്തരെ വകയാണ് ഓരോ ജോഡി കൊടുന്നു തരിക. അപ്പൊ ഞാൻ പറയും വേറെ എന്തെങ്കിലും വാങ്ങിത്തരാം, ഗോൾഡൊക്കെ വാങ്ങിത്തരാം, എത്ര നന്നായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് കൂട്ടിയിട്ട് പറയും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് പറയാം, ഓരോരുത്തർക്ക് കൊടുക്കുക ചെയ്യാ. പാവങ്ങൾക്കൊക്കെ ഡ്രസ്സുകൾ കൊടുക്കുക ചെയ്യാറ്, എടുത്തു വെക്കുന്ന പരിപാടി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. എന്തായാലും എല്ലാം ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ പറ്റി ഈ ഒരു ക്ലാസ് കൊണ്ട്. എനിക്ക് നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്.
ദിവ്യ മാം. ഹലോ, മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. മിനിമലിസം എന്നത് ഞാൻ എന്താ പറയാ 2025 മറ്റേ ഇതായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മിനിമലിസം എന്നത് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചു. കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ദീപാവലി സമയമൊക്കെ ആവുമ്പോ നല്ല ക്ലീനൊക്കെ ആക്കുന്ന വീടൊക്കെ ക്ലീൻ ആക്കി ഇങ്ങനെ വെക്കും. ഒരു മാസം മുന്നേ തുടങ്ങി ഇവിടുത്തെ ആൾക്കാരെല്ലാം ക്ലീൻ ആക്കിയിട്ടൊക്കെ വെക്കും. ഞാൻ കൊറോണ കഴിഞ്ഞപ്പോ തുടങ്ങി ആ സമയത്ത് എനിക്ക് ഒരു മാസമായിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക്കിന്റെ ഒരുപാട് ബോട്ടിലുകൾ ഉണ്ടായി. അത് മുഴുവൻ ഞാൻ മാറ്റി ചില്ലിന്റെ ബോട്ടിലുകളാക്കി. അപ്പൊ നമുക്ക് പിന്നെ കുറച്ചും കൂടി നമുക്കൊരു അതിലിതാവും. അതുപോലെ ഡ്രസ്സുകള് എന്റെ ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ മുഴുവനും എന്താ പറയാ എടുത്ത് മാറ്റി അത് കഴിഞ്ഞ് ആവശ്യത്തിന് മാത്രമാക്കി മാറ്റി. അപ്പൊ കുറച്ചും കൂടി നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതിൽ കൂടെ. പിന്നെ അത് തുടർന്ന് വന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ദീപാവലി സമയമാകുമ്പോ നമ്മളുടെ പഴയ ഡ്രസ്സുകളെല്ലാം മാറ്റി വൃത്തിയാക്കി വെക്കും. അപ്പൊ നമ്മളുടെ മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, ഒപ്പം തന്നെ അതൊരു ക്ലിയർ ആവും. നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു സർ. ഞാനത് ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊറോണ കഴിഞ്ഞ പിന്നെ കുറച്ചും കൂടി അതിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബുക്സിന്റെ കാര്യം അത് ഞാൻ വിട്ടുകൊടുക്കില്ല. വായിച്ചില്ലെങ്കിലും വിരോധമില്ല. ഡിഗ്രി MCOMന്റെ എല്ലാ പുസ്തകങ്ങളും എടുത്ത് മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തട്ടി തുടങ്ങി അതെടുത്ത് വീണ്ടും അവിടെ തന്നെ എടുത്ത് വെക്കും. അതെന്താന്നറിയില്ല, അത് കളയാൻ തോന്നുന്നില്ല. ബാക്കി ഒരുവിധം കാര്യങ്ങൾ ഞാൻ എന്താ പറയാ, അതുപോലെ പണ്ട് വിവാഹം കഴിഞ്ഞു വന്നിരുന്ന സമയത്തൊക്കെ കുറെ ഡ്രസ്സുകളൊക്കെ മേടിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ ഞാനത് നോക്കിയിട്ട് അത്യാവശ്യത്തിനുള്ള ഡ്രസ്സ് മാത്രം മേടിക്കും. ഒരുപാട് ഡ്രസ്സ് മേടിച്ച് അങ്ങനെ കൊണ്ടു കളയുന്നതിനേക്കാൾ നല്ലത് അത്യാവശ്യത്തിന് മാത്രം. പിന്നെ സ്പെഷ്യലി എൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ അങ്ങനെ ആരെയും കമ്പയർ ചെയ്യാറില്ല. ഇന്നാള് ഇന്നത് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അങ്ങനെ എനിക്ക് കുറവാണ്, ചെറുപ്പത്തിലേ കുറവാണ്. അപ്പൊ അതെനിക്ക് തോന്നുന്നു എനിക്ക് വാല്യുബിൾ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. താങ്ക് യു സർ, നല്ലൊരു ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഉണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഓസ്റ്റിൻ സർ? അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ സർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ എടുത്തിട്ടുള്ള ഓസ്റ്റിൻ സാറിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, ബൈ ഓൾ. താങ്ക് യു.